ഹലോ ഓൾ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ തന്നെ നമ്മൾ കുറച്ച് ബേസിക് ആയിട്ടുള്ള സെൻറ്റൻസുകളാണ് പ്രാക്ടീസ് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ക്ലാസ് മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ നല്ല ശ്രദ്ധിച്ചിരുന്ന് കേൾക്കുക കേട്ടോ. എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് സെൻറ്റൻസുകൾ പറഞ്ഞു നോക്കാം അല്ലേ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സെൻറ്റൻസ്, ഞാൻ അയാളുമായി ഒന്ന് സംസാരിച്ച് നോക്കാം. എങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ പറയാം? ഞാൻ അയാളുമായി ഒന്ന് സംസാരിച്ച് നോക്കാം. ലെറ്റ് മീ ടോക്ക് ടു ഹിം എന്ന് പറഞ്ഞാൽ മതി കേട്ടോ. ലെറ്റ് മീ ടോക്ക് ടു ഹിം, അത് ഞാൻ അയാളുമായിട്ടൊന്ന് സംസാരിച്ച് നോക്കാം. ഇനി നമുക്ക് അയാളുമായിട്ടൊന്ന് സംസാരിച്ച് നോക്കാം. ഇതെങ്ങനെ പറയാം? ലെറ്റ്സ് ടോക്ക് ടു ഹിം. ലെറ്റ്സ് ടോക്ക് ടു ഹിം, നമുക്ക് അയാളുമായിട്ടൊന്ന് സംസാരിച്ച് നോക്കാം. ഓക്കെ, ഇനി എന്താണ്? ഞങ്ങൾ അയാളുമായിട്ട് സംസാരിച്ച് നോക്കി എന്നെങ്ങനെ പറയാം? ഞങ്ങൾ അയാളുമായിട്ടൊന്ന് സംസാരിച്ചു. വി ഹാഡ് എ ടോക്ക് ടു ഹിം. വി ഹാഡ് എ ടോക്ക് ടു ഹിം, ഞങ്ങൾ അയാളുമായിട്ടൊന്ന് സംസാരിച്ചു. അതായത് അയാളോടൊന്ന് സംസാരിച്ചു. വി ഹാഡ് എ ടോക്ക് ടു ഹിം എന്ന് പറയാം കേട്ടോ. വേറൊരു സെൻറ്റൻസ്, നിങ്ങൾ അന്വേഷിച്ച് നടന്ന ആളതാ വരുന്നു. ഇതെങ്ങനെ നമുക്ക് പറയാം? നിങ്ങൾ അന്വേഷിച്ച് നടന്ന, അല്ലെങ്കിൽ നിങ്ങൾ കാണാൻ ആഗ്രഹിച്ചിരുന്ന, അല്ലെങ്കിൽ നിങ്ങൾ വെയിറ്റ് ചെയ്തിരുന്ന ആളതാ വരുന്നത്. എങ്ങനെ നമുക്ക് പറയാം? ഹിയർ കംസ് ദ മാൻ യു ആർ ആസ്കിങ്. ഹിയർ കംസ് മാൻ യു ആർ ആസ്കിങ്, നിങ്ങൾ അന്വേഷിച്ച് നടന്ന ആളത വരുന്നു. ഇനി നിങ്ങൾ കാത്തിരുന്ന ആളത വരുന്നു എന്ന് എങ്ങനെ പറയാം? ഈ ആസ്കിങ്ങിന് പകരം നമുക്ക് യു ആർ വെയിറ്റിംഗ് എന്ന് പറയാം കേട്ടോ. ഹിയർ കംസ് ദ മാൻ യു ആർ വെയിറ്റിംഗ്. ഹിയർ കംസ് ദ മാൻ യു ആർ വെയിറ്റിംഗ്. ക്ലിയർ? ഇനി നിന്നെ പോലെയുള്ള പലരെയും ഞാൻ കണ്ടിട്ടുണ്ട്. ഇതെങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ പറയാം? ഐ നോ യുവർ സോർട്ട് എന്ന് പറയാം. സിമ്പിളായിട്ട് പറയാം കേട്ടോ. ഐ നോ യുവർ സോർട്ട്. സോർട്ട് എന്ന് വെച്ചാൽ എന്താണ്? നിന്നെ പോലെയുള്ള, അതായത് ഏകദേശം സെയിം എന്താണ് സ്വഭാവമൊക്കെ ഉള്ള ആളെയാണ് ഈ സോർട്ട് എന്ന് പറഞ്ഞിട്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ഐ നോ യുവർ സോർട്ട്, നിന്നെ പോലുള്ള പലരെയും ഞാൻ കണ്ടിട്ടുണ്ട്. ഓക്കെ, ഇനി നീയും നിന്റെ അമ്മയും കണക്കാണ്, അല്ലെങ്കിൽ ഒരുപോലെയാണ്, സ്വഭാവം കൊണ്ടൊക്കെ ഒരുപോലെയാണെന്ന് പറയാറില്ലേ? ഇതെങ്ങനെ നമുക്ക് പറയാം? യു ആൻഡ് യുവർ മദർ ആർ സോർട്ട്. യു ആൻഡ് യുവർ മദർ ആർ സോർട്ട്, നീയും നിന്റെ അമ്മയും കണക്കാണ്. ഓക്കെ, വേറൊരു സെൻറ്റൻസ്, നീ യാചകരെക്കാളും കണക്കാണ്, അല്ലെങ്കിൽ അവരെക്കാളും മോശമാണല്ലോ നിന്റെ സ്ഥിതി. ബെക്കേഴ്സിനേക്കാളും മോശമാണല്ലോ നിന്റെ ഒരു അവസ്ഥ, അതിനേക്കാളും കണക്കാണല്ലോ നിന്റെ അവസ്ഥ എന്നൊക്കെ നമ്മൾ പറയാറില്ലേ? ഇതെങ്ങനെ നമുക്ക് പറയാം? യു ആർ വേഴ്സ് ഓഫ് ദാൻ ബെഗേഴ്സ്. യു ആർ വേഴ്സ് ഓഫ് ദാൻ ബെഗേഴ്സ്. ബെഗേഴ്സിനേക്കാളും കണക്കാണ് നിന്റെ അവസ്ഥ. ക്ലിയർ? നെക്സ്റ്റ്, നിനക്ക് അവിടെ പോകണമെന്ന് ഇപ്പം എന്താ ഇത്ര വാശി എന്ന് നമ്മൾ ചോദിക്കാറില്ലേ? നിനക്ക് എന്താ ഇപ്പം അവിടെ പോകണമെന്ന് ഇത്രക്ക് വാശി? വൈ ആർ യു ബെന്റ് ഓൺ ഗോയിങ് ദർ? വൈ ആർ യു ബെന്റ് ഓൺ ഗോയിങ് ദർ? നിനക്ക് എന്താ ഇത്ര വാശി അവിടെ പോകണമെന്ന്? വൈ ആർ യു ബെന്റ് ഓൺ ഗോയിങ് ദർ? വേറൊരു സെന്റൻസ്, എനിക്കിപ്പോൾ അവിടെ പോകണമെന്ന് വലിയ വാശിയൊന്നുമില്ല. എനിക്കവിടെ പോകണമെന്ന് വലിയ വാശിയൊന്നുമില്ല. ഇതെങ്ങനെ പറയാം? ഐ എം നോട്ട് ബെന്റ് ഓൺ ഗോയിങ് ദർ. ഐ എം നോട്ട് ബെന്റ് ഓൺ ഗോയിങ് ദർ. ഐ എം ബെന്റ് ഓൺ ഗോയിങ് ദർ എന്ന് വെച്ചാൽ എനിക്കവിടെ പോകണമെന്ന് നല്ല വാശിയാണ്. ഐ എം ബെന്റ് ഓൺ ഗോയിങ് ദർ. ഇനി എനിക്കവിടെ പോകണമെന്ന് വലിയ വാശിയൊന്നുമില്ല. ഐ എം നോട്ട് ബെന്റ് ഓൺ ഗോയിങ് ദർ എന്ന് പറയാം കേട്ടോ. വേറൊരു സെന്റൻസ്, അതുകൊണ്ടാണ് ഞാനിവിടെ വന്നത്. ഇതെങ്ങനെ നമുക്ക് പറയാം? അതുകൊണ്ടാണ് എന്നുള്ളതിന് നമുക്ക് ദാറ്റ്സ് വൈ എന്ന് പറയാം അല്ലേ? ദാറ്റ്സ് വൈ ഐ എം ഹിയർ. ദാറ്റ്സ് വൈ ഐ എം ഹിയർ എന്ന് പറയാം കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നത്. ദാറ്റ്സ് വൈ ഐ എം ഹിയർ. ക്ലിയർ? വേറൊരു സെന്റൻസ്, അത് അങ്ങനെ അങ്ങ് സംഭവിച്ചു പോയി. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അതങ്ങോട്ട് സംഭവിച്ചു പോയി എന്ന് നമ്മൾ പറയാറില്ലേ? ഇതെങ്ങനെ പറയാം? അതങ്ങനെ അങ്ങ് സംഭവിച്ചു പോയി. ഇറ്റ്സ് സോ ഹാപ്പൻഡ്. ഇറ്റ്സ് സോ ഹാപ്പൻഡ്. ഇറ്റ്സ് സോ ഹാപ്പൻഡ് എന്ന് പറയാം കേട്ടോ. ഇനി എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല. ഇതെങ്ങനെ പറയാം? നോ മാറ്റർ വാട്ട് ഹാപ്പൻ. നോ മാറ്റർ വാട്ട് ഹാപ്പൻസ്. എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല. നോ മാറ്റർ വാട്ട് ഹാപ്പൻസ്. നോ മാറ്റർ വാട്ട് ഹാപ്പൻസ് എന്ന് പറയാം കേട്ടോ. അടുത്ത സെന്റൻസ്, ഇനിയിപ്പോൾ ഇവിടെ നിന്നിട്ട് ഒരു കാര്യമില്ല. ഇതെങ്ങനെ നമുക്ക് പറയാം? ബെറ്റർ നോട്ട് ഹോൾഡ് ഓൺ ഹിയർ. ഇനിയിപ്പോൾ ഇവിടെ നിന്നിട്ട് കാര്യമില്ല. ബെറ്റർ നോട്ട് ഹോൾഡ് ഓൺ ഹിയർ. ഓക്കെ, ഇനി രക്ഷപ്പെടാനുള്ള ഏറ്റവും നല്ല മാർഗം, അല്ലെങ്കിൽ ഏറ്റവും എളുപ്പമുള്ള മാർഗം ഇതാണ്, അല്ലെങ്കിൽ അതാണ്. ഇതെങ്ങനെ പറയാം? ദാറ്റ്സ് ദ ഈസിയസ്റ്റ് വേ ഔട്ട്. ദാറ്റ്സ് ദ ഈസിയസ്റ്റ് വേ ഔട്ട്. രക്ഷപ്പെടാനുള്ള ഏറ്റവും നല്ല മാർഗം അതാണ്. ദാറ്റ്സ് ദ ഈസിയസ്റ്റ് വേ ഔട്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും മതി അല്ലേ? അപ്പോൾ നമ്മളൊരു 15 സെന്റൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് കേട്ടോ. അപ്പോൾ എല്ലാം നിങ്ങൾ സാധാരണ നിങ്ങളുടെ സംഭാഷണത്തിൽ യൂസ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റുന്ന തരത്തിലുള്ള സെന്റൻസുകളാണ് കേട്ടോ നമ്മൾ പഠിച്ചത്. അപ്പോൾ എല്ലാവർക്കും ക്ലിക്കായെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് നല്ലൊരു ക്ലാസ് ആയിട്ട് വീണ്ടും കാണാം. ചിൽഡ്രൻ, ടേക്ക് കെയർ. ബൈ.